നമസ്കാരം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദത്തിന്റെ ഫിലിപ്പൈൻസിൽ നിന്ന് തായ്വാനിലേക്ക് നീങ്ങുന്ന ബൗലോയ് ചുഴലിക്കാറ്റിന്റെയും സ്വാധീനത്തിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്ത തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറയുവാൻ സാധ്യത. ഇന്ന് മധ്യകേരളത്തിൽ ഇടവിട്ടുള്ള മഴയും ലഭിക്കും. മധ്യകേരളത്തിന്റെ തെക്കും വടക്കും ചേർന്ന് നിൽക്കുന്ന ജില്ലകളിലും മഴ സാധ്യതയുണ്ട്. രാത്രിയോടെ വടക്കൻ കേരളത്തിലും മഴ ലഭിക്കും. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പുലർച്ചെ വരെ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ മഴ ലഭിച്ചിരുന്നു. രാവിലെ ഭാഗികമായി മേഘാവൃതമോ ഇടയ്ക്ക് വെയിൽ തെളിയുന്ന സാഹചര്യമോ ഒക്കെ ഉണ്ടാകും. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നുണ്ട്. മഴ കൂടുതൽ വടക്കോട്ട് നീങ്ങുവാൻ സാധ്യതയാണ്. പശ്ചിമ തീരത്ത് മഹാരാഷ്ട്ര മുതൽ വടക്കൻ കേരളം വരെ മഴ തുടരും. ഈ മാസം 30 വരെ മഴ തുടരുവാനാണ് സാധ്യത. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും പസഫിക് സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകളുടെയും സ്വാധീനമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുവാൻ കാരണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനിടെ ഇന്ന് മുതൽ സെപ്റ്റംബർ 29 വരെ മുംബൈയിൽ കനത്ത അല്ലെങ്കിൽ അതിശക്തമായതോ ആയ മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ മുംബൈയിലും അയൽ ജില്ലകളായ താനെ, റായ്ഗഡ് എന്നിവിടങ്ങളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന ഈ മുന്നറിയിപ്പ് ചൊവ്വാഴ്ച രാവിലെ വരെ അടുത്ത 3 ദിവസത്തേക്ക് തുടരുകയും ചെയ്യും. പൊതുജനങ്ങൾ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അപകടകരമായ മേഖലകൾ ഒഴിവാക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും സർക്കാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇടിമിന്നലുള്ള സമയത്ത് മരങ്ങൾക്കിടയിൽ അഭയം തേടരുതെന്നും വെള്ളപ്പൊക്ക സുരക്ഷയ്ക്കായി എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡുകളോ പാലങ്ങളോ മുറിച്ചു കടക്കരുതെന്നും അവർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കിംവദന്തികൾ പ്രചരിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുതെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇന്നും 29-നും ഇടയിൽ മധ്യ മഹാരാഷ്ട്ര, കൊങ്കൺ, വിദർഭ എന്നിവിടങ്ങളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. മറാത്ത്വാഡയിലും ഇന്നും കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഹൈദരാബാദിൽ വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഹൈദരാബാദിലെ 2 പ്രധാന ഡാമുകളായ ഉസ്മാൻ സാഗർ, ഹിമായത് നഗർ എന്നിവയുടെ ഷട്ടർ ഉയർത്തിയത് മൂസി നദി കരകവിയുവാൻ കാരണമാക്കി. ഇത് പഴയ നഗരം ഉൾപ്പെടെ ഹൈദരാബാദിന്റെ നിരവധി ഭാഗങ്ങൾ വെള്ളത്തിനടിയിലാകുവാനാണ് കാരണമായത്. അപ്രതീക്ഷിതമായി ഉയർന്ന വെള്ളം ജനജീവിതം ദുസ്സഹമാക്കി. കനത്ത മഴ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി. ആളുകളെ ഉടൻ ഒഴിപ്പിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും നൽകുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ബസ് സ്റ്റേഷനിൽ വെള്ളം കയറിയതിനാൽ ബസ് സർവീസുകളൊക്കെ തടസ്സപ്പെട്ടു. സമുച്ചയത്തിൽ കുടുങ്ങിയ യാത്രക്കാരെ അധികൃതർ ഉടൻ ഒഴിപ്പിക്കുകയും ചെയ്തു.